ചെട്ടികുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ട് നടക്കുമ്പോൾ കുപ്പിവളക്കടയ്ക്കുള്ളിൽ ചിപ്പിവളക്കുലക്കിടയിൽ ഞാൻ കണ്ടൊരു പുഷ്പമിഴിയുടെ തേരോട്ടം 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 തേരോട്ടം. ഹേ ഗായ്സ്, അപ്പം നമ്മളെ ഇവിടുത്തെ ഇന്ന് ഉത്സവമാണ്. ചെട്ടികുളങ്ങര കുംഭഭരണി മഹോത്സവം. ചെട്ടികുളങ്ങര അമ്മയുടെ പിറന്നാളാണ് ഇന്ന്, കുംഭത്തിലെ ഭരണി. അത് നമ്മളിവിടെ കുംഭഭരണിയായിട്ട് ആഘോഷിക്കുന്നത്. നല്ല തിരക്കും കെട്ടുകാഴ്ചയൊക്കെ കൊണ്ടുവരുന്ന ദിവസമാണ് ഇന്ന് വൈകിട്ട്. സന്തോഷത്തിലാണ് എല്ലാവരും നിൽക്കുന്നത്. അപ്പൊ ആ ഒരു കാഴ്ചയും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളും ഒക്കെ ആയിരിക്കും ഈ ഒരു വീഡിയോയില്. അപ്പൊ നേരെ വീഡിയോയിലോട്ട് പോയാലോ? നമുക്ക് അമ്പലം വരെ പോയിട്ട് വന്നാലോ? രാവിലെ തന്നെ അത്യാവശ്യം ആൾക്കാരെല്ലാം വന്നു തുടങ്ങി കേട്ടോ. വൈകിട്ടാകുമ്പോൾ നമുക്ക് ഇവിടെ നിൽക്കാൻ പോലും സ്ഥലം കാണത്തില്ല, അതുപോലെ തിരക്കും കാര്യങ്ങളൊക്കെയാണ്. വൈകിട്ട് പക്ഷേ ഇതിലും അടിപൊളിയാണ്. കുത്തിയോട്ടം എല്ലാം വന്നുകൊണ്ടിരിക്കുന്ന ടൈം ആയതുകൊണ്ട് തന്നെ ആ ഒരു തിരക്കിലാണ് എല്ലാവരും. ഇതാണ് നമ്മളെ കാഴ്ച കണ്ടം. വൈകിട്ട് ഈ ഒരു 7 മണി ആ ഒരു ടൈമെല്ലാം കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു കാഴ്ച കണ്ടത്തിലേക്ക് കെട്ടുകാഴ്ചകൾ ഇറക്കുകയും പിന്നെ അതുപോലെ കുറെ ആൾക്കാരൊക്കെ വന്ന് നല്ല അടിപൊളി രസമാണ്. അമ്മയും കൊണ്ട് അമ്പലത്തിൽ പോയി രാവിലെ നമ്മൾ തിരിച്ച് ഒരു കപ്പലണ്ടിയിൽ നിന്നുകൊണ്ട് തിരിച്ച് വീട്ടിൽ വന്ന്. ഹേ ഗായ്സ്, അപ്പൊ നമ്മള് അമ്പലത്തിലെല്ലാം പോയിട്ട് വന്നു രാവിലെ. അപ്പം വിചാരിച്ച പോലെ രാവിലെ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. വൈകിട്ടാ ഭയങ്കര തിരക്ക്. ഇപ്പൊ തിരക്ക് തുടങ്ങുന്നതേ ഉള്ളൂ. അത് തന്നെ, വൈകിട്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിൽക്കാൻ പോലും സ്ഥലം കാണില്ല, അതുപോലെ തിരക്കായിരിക്കും. അപ്പൊ നമ്മളിപ്പം പോയി കുത്തിയോട്ടം വരുന്ന ടൈമായിരുന്നു. ആ ഒരു കുത്തിയോട്ടം കാര്യങ്ങളൊക്കെ കണ്ട് അമ്പലത്തിൽ ഒന്നും അടുക്കാൻ പറ്റുന്നില്ല, അതുപോലെ ഇപ്പം തിരക്ക്. അതുപോലെ തന്നെ ഇവിടെ കുഞ്ചുമാങ്ങയും ഒക്കെ കൂട്ടി നമ്മളിവിടെ ഒരു സദ്യ പോലെ ഇന്ന് ഉണ്ടാക്കും. പിന്നെ അടുത്ത ആ പണിയൊക്കെ നോക്കാണ്ട് അമ്മയ്ക്കല്ലേ? പിറന്നാൾ സദ്യ, അമ്മയുടെ പിറന്നാൾ സദ്യ പാചകത്തിന്റെ തിരക്കിലാണേ. അമ്മ അവിടെ ഉച്ചക്കത്തേക്കുള്ള സദ്യക്കുള്ള ഓരോ കറികളും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കുവാണ്. അപ്പം ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്തോ അമ്മ? കുഞ്ചുമാങ്ങയോ? കൊഞ്ചുമാങ്ങ, കുംഭഭരണി കുഞ്ചുമാങ്ങ. കുംഭഭരണിയുടെ സ്പെഷ്യൽ കുഞ്ചുമാങ്ങയാണ് ഞങ്ങളുടെ. അപ്പൊ ഈ ഒരു കുഞ്ചുമാങ്ങ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ഇതിനു മുമ്പത്തെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതെന്തിനാ തേങ്ങയൊക്കെ അരിഞ്ഞു വെച്ചേക്കുന്നത്? പച്ചടി പരിപ്പിന്. അപ്പൊ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളു. അപ്പൊ റെഡി ആയി സദ്യ എല്ലാം കഴിച്ച് നമുക്ക് അമ്പലത്തിലെല്ലാം പോവാം വൈകിട്ട്. അടുത്തതായിട്ട് നമ്മൾ പായസം വെക്കാൻ പോവാണ്. പായസത്തിലുള്ള പാലിങ്ങനെ ഒഴിച്ച് ഇങ്ങനെ ഒന്ന് ചൂടായി വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് മധുരം ബാലൻസ് ചെയ്യാൻ പിഞ്ച് ഉപ്പ് ഇടുവാണ്. നമ്മളെ പാലട അങ്ങനെ കുറുകി വന്നിട്ടുണ്ട് പാലിനകത്ത്. ഇനി ശകലം നെയ്യ് ഒഴിച്ചു കൊടുക്കട്ടെ. ഈ സമയം അങ്ങനെ പായസം റെഡി ആയിരിക്കണം. നല്ല കുറുകിയ നല്ല കിടിലം പാലട പായസം. അപ്പൊ അമ്മയ്ക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കാം. ഗെയ്സപ്പോൾ അങ്ങനെ സമയം ഉച്ചയായിരിക്കുവാണ്. അപ്പൊ നമ്മളെ കുംഭഭരണി സദ്യ നമ്മളിവിടെ കഴിക്കാൻ വേണ്ടി പോവാണ്. സദ്യക്ക് എന്തൊക്കെയുണ്ടെന്ന് കാണണ്ടേ? ചോറ്, പരിപ്പ്, അതുപോലെ കുഞ്ചുമാങ്ങ, പിന്നെ ശകലം ഉപ്പ്, ഇഞ്ചിക്കറി, അച്ചാറ്, മാങ്ങ അച്ചാറ്, ഏത്തയ്ക്ക പച്ചടി, പപ്പടം. അപ്പം ഇതെല്ലാം കൂടെ കൂട്ടിയാണ് നമ്മൾ ഇന്നത്തെ കുംഭഭരണി സദ്യ. ഗെയ്സ്, അപ്പോൾ സമയം ഇപ്പം വൈകിട്ട് ഒരു 3:45 ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം ആയപ്പം തന്നെ മിക്ക കരക്കാരും അവിടെ കെട്ടുകാഴ്ചകൾ നമ്മൾ കുതിരച്ചോട്ടിൽ നിന്ന് വലിക്കാൻ തുടങ്ങി കാണും. അതിൻ്റെ കൂടെ ഒരു കൂട്ടുകാരൻ വരുന്നുണ്ട്. അപ്പോൾ അവനെയും കൂട്ടി നമ്മൾ നേരെ കുതിരച്ചോട്ടിലോട്ട് പോട്ടെ.
അപ്പൊ നിങ്ങൾ ഈ കാണുന്നത് ഒന്നാംകരയായ ഈഴെഴുതക്കരയുടെ കെട്ടുകാഴ്ച നമ്മൾ വലിച്ചുകൊണ്ട് അമ്പലത്തിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു കെട്ടുകാഴ്ച ഒരു കൂട്ടം ആൾക്കാരുടെ നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത് കെട്ടുകാഴ്ച വലിക്കുന്നത് തന്നെ അതുപോലെ വെയിറ്റ് ഉള്ള ഒരു സംഭവമാണ്. അപ്പൊ അവിടുത്തെ കരക്കാരും പിന്നെ ഒരു കൂട്ടം ആൾക്കാരും ചേർന്ന് ഒത്തൊരുമിച്ച് സഹകരിച്ചാണ് നമ്മൾ ഈ ഒരു കെട്ടുകാഴ്ച വലിച്ചുകൊണ്ട് പോകുന്നത്. അപ്പൊ കണ്ടം വൃത്തിയാക്കി കണ്ടത്തിലൂടെയാണ് ഈ കെട്ടുകാഴ്ച വലിക്കുന്നത്. അതുകൊണ്ട് ടയറൊക്കെ പൂണ്ടുപോകാനുള്ള ചാൻസ് നല്ല രീതിയിൽ തന്നെ കൂടുതലാണ്. അപ്പം ചെളിയിൽ ഇങ്ങനെ ടയർ പൂണ്ടുപോകാതിരിക്കാൻ വേണ്ടി ഒരാൾ ഇങ്ങനെ പുറകിൽ നിന്ന് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് വിടാറുണ്ട്. ഈഴെഴുത്തക്ക് ഹൈന്ദവ കരകമണിയിച്ചൊരുക്കിയ നയന മനോഹരമായ കെട്ടുകാഴ്ചയാണ് ദേവീ ദർശനത്തിന് വേണ്ടി ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ 7 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഓരോ കരക്കാരുടെയും കെട്ടുകാഴ്ചകൾ അമ്പലത്തിൽ വന്നു തുടങ്ങി കേട്ടോ. ഗെയ്സ്, അപ്പൊ ഞാനിപ്പോ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതിന് അമ്മയും കൊണ്ടൊന്ന് പോകണം അമ്പലത്തിലോട്ട് അല്ലേ? അമ്മയ്ക്ക് അമ്പലത്തിൽ പോണോ? പിന്നെ തേരും കുതിരയൊക്കെ കാണണ്ടേ? അത് തന്നെ. ഇപ്പൊ ഒന്നാംകരയായ നമ്മൾ ഈഴെഴുതക്കര ഉണ്ടല്ലോ, ഒന്നാംകര കാഴ്ച കണ്ടെത്തി ഇറങ്ങി. അപ്പൊ ഇനി ബാക്കി കരകള് വന്ന് കാണും. ബാക്കി മിക്കതും വന്നിട്ടുണ്ട് അമ്പലത്തില്. അപ്പൊ ഇനി അതെല്ലാം വന്ന് ഇങ്ങനെ കാഴ്ച കണ്ടത്തിലോട്ട് ഇറങ്ങുന്ന കാണാൻ വേണ്ടി നമുക്ക് പോവാം. എല്ലാ കെട്ടുകാഴ്ചയും കാഴ്ച കണ്ടത്തിലോട്ട് ഇറങ്ങിയെന്ന് വെച്ച് അമ്മയെ വിളിച്ചോണ്ട് പോയതാണ് കേട്ടോ. അവിടെ ചെന്നപ്പോ 7 എണ്ണം മാത്രമേ ഇറങ്ങിയുള്ളായിരുന്നു. കാഴ്ച കണ്ടത്തിലാണെങ്കിലും നിൽക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു, അത്രയ്ക്കും തിരക്കായിരുന്നു. എല്ലാം വന്നെന്നും പറഞ്ഞ് എന്നെ കൊണ്ടുവന്നതാ. ആ കാറേ വന്നുള്ളൂ, ഒരു തേങ്ങയും വന്നില്ല. വീട്ടിൽ കൊണ്ടുവിടറല്ലേ. അങ്ങനെ അമ്മയെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് നമ്മൾ തിരിച്ച് വെളുപ്പിനെ ഒരു 4:30 ആയപ്പോഴത്തേക്ക് അമ്പലത്തിലെത്തി കേട്ടോ. ആ സമയത്ത് ചെട്ടോളാരമ്മയുടെ എഴുന്നള്ളത്തുണ്ടായിരുന്നു. 13 കരക്കാരുടെ 13 കെട്ടുകാഴ്ച ഉണ്ടല്ലോ. ആ ഓരോ കെട്ടുകാഴ്ചയുടെ ഫ്രണ്ടിൽ ചെന്ന് ചെട്ടോളാരമ്മ അനുഗ്രഹിക്കും. ഇതാണ് കേട്ടോ നമ്മളെ 13 കരക്കാരുടെ 13 കെട്ടുകാഴ്ചകൾ. അപ്പൊ എല്ലാം തന്നെ കാഴ്ച കണ്ടത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഈ കെട്ടുകാഴ്ചകളെല്ലാം ഇങ്ങനെ കാഴ്ച കണ്ടെത്തി ഇറങ്ങി ഇങ്ങനെ നിരന്ന് നിൽക്കുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു അടിപൊളിയാണ്. ഹേ ഗായ്സ്, അപ്പൊ നമ്മൾ ഈ ഒരു 2026 കുംഭപ്പേണി ഇവിടെ കൊണ്ട് തീർന്നിരിക്കുവാണ്. അപ്പൊ ഇനി നമുക്ക് ഇനി 1 വർഷം കാത്തിരിക്കണം അടുത്തൊരു കുംഭപ്പേണി ആവാൻ വേണ്ടി. അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്പം ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. വീണ്ടും സന്ധ്യയ്ക്ക് വരയ്ക്കും. വണക്കം.